തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ലോകത്ത് അവസാനിക്കാത്ത മഹത്വമാണ്, നിലനിൽക്കുന്ന മഹത്വമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വറഫഅനാ ലക ദിക്റക്, ഓ നബിയെ, അങ്ങയുടെ പ്രകീർത്തനം നാം അത് ഉയർത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ പ്രകീർത്തനമാണ്. ഈ ആയത്തിൽ മഹാന്മാർ പറയുന്നു, അള്ളാഹുവിനെ പറയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും മുത്തുനബിയെയും പറയപ്പെടണം. അത് കുതുബ ഓതുന്ന സമയത്തും നിസ്കാര സമയത്തും ബാങ്ക് വിളിക്കുന്ന സമയത്തും എല്ലാ സമയത്തും അള്ളാഹുവിനെ പറയുന്നിടത്തൊക്കെ മുത്തുനബിയെയും കൂടെ പറയണം. എങ്കിലേ എല്ലാം പൂർണ്ണതയിലും സ്വഹീഹും ആവുകയുള്ളൂ. 24 മണിക്കൂറും മുത്തുനബിയുടെ മദ്ഹ് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുആ സഹീ ആകണമെങ്കിൽ, പൂർണ്ണമായും അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് പറയണം. മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സ്വഹാബി ദുആ ചെയ്തു. ദുആ ചെയ്യുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. നല്ല വചനങ്ങളാണ് ദുആ ചെയ്യുന്നത്. പക്ഷേ ദുആൻ്റെ മുമ്പ് ഹംദ് ഇല്ല, സ്വലാത്തുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സ്വഹാബിക്ക് തിരക്ക് കൂടിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്ന് നിസ്കരിച്ചു. ശേഷം ദുആ ചെയ്തു. ഹംദും സലാത്തും എല്ലാം ചൊല്ലി ദുആ ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, ഉത്തരം നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ദുആ ചെയ്യുമ്പോൾ ഹംദും സ്വലാത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തും ചെല്ലണം. മേൽ പറഞ്ഞ സംഭവം ഹദീസും സ്വലാത്തിനും എത്ര മഹത്വമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വരെ അത് കാരണമാകും.